Good afternoon, Miss. Good afternoon. Prayer. പ്രയർ പറഞ്ഞു മിസ്സേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Okay. Good afternoon. Thought of the day. True education should be expressed in character. യഥാർത്ഥ വിദ്യാഭ്യാസം സ്വഭാവത്തിലൂടെയാണ് പ്രകടമാകേണ്ടത്. താങ്ക് യു. Okay. Good afternoon, all. I am Tilu. First of all, I welcome our beautiful and smart teacher Adira. Miss, welcome to our class. And our smart, brilliant, talent students, welcome. Today I sing a song. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Thank you. Have a nice day. Okay. Good afternoon to all. നമ്മൾ നീഡ്സിന്റെ കോൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹൈറാർക്കി ഓഫ് നീഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സി ജിഷ കേൾക്കുന്നുണ്ടോ? ജിഷ ഏതൊക്കെ നീഡ്സ് ആണ് പറഞ്ഞേ? സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ്. പിന്നെ സോഷ്യോ എക്കണോമിക്കൽ നീഡ്സ് ഉണ്ട്. ഇല്ല, പേര് മാറിപ്പോകരുത്. അത് അതേ തീയതി അതുപോലെ തന്നെ പറയണേ. സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. ഓക്കെ, നീഡ്സ് ആണ് ചോദിച്ചല്ലേ ടീച്ചർ? ഫിസിയോളജിക്കൽ നീഡ്സ്, നീഡ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ ബിലോങ്ങിങ്നെസ്, നീഡ്സ് ഫോർ, അതിന് പേരൊന്നും പറഞ്ഞല്ലോ, എക്സ്ട്രീം നീഡ്സ് അല്ലേ? എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്.
Okay, thank you, miss. ഷെൽട്ടർ ഏത് നീഡിനടിയിലാണോ വരുന്നത്? ഷെൽട്ടർ ഏത് നീഡ്സിലാണ് ഉൾപ്പെടുന്നത്? Safety needs, miss. Yes, safety needs. Okay. It's the need concept. അതായത് ഈ ആവശ്യങ്ങളുടെ ശ്രേണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ പഠിച്ച നീഡ്സിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അല്ലാതെ മറ്റൊരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം നടത്തിയ ഒരു തിയറിയുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. The need concept closely connected with the concept of drives is the concept of need. നമ്മള് ആവശ്യങ്ങളുടെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. Several experiments on animals have demonstrated that needs are connected with the motivations. അപ്പോ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആനിമൽസിലാണ് ആദ്യമായിട്ട് പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്താണ് അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രചോദനം കൊടുക്കുന്ന സമയത്താണ് അനിമൽസിന് എന്തുണ്ടാവുന്നത്? ആവശ്യങ്ങൾ രൂപപ്പെടുന്നതാണ് എക്സ്പീരിമെന്റ്സിലൂടെ അവര് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്ന എക്സ്പെരിമെന്റ്സ് ആണ്. അതോടെ വെറുതെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൂ. ഇനി ഹ്യൂമൻ ബീങ്സ് ഇതേ സെയിം എക്സ്പെരിമെന്റ് തന്നെ എന്താണ് ആരിൽ പരീക്ഷിച്ചു? ഹ്യൂമൻ ബീങ്സ് അല്ലെ, മനുഷ്യരിലെ. The needs are biological as well as psychological. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെ, ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ്? ബയോളജിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെ, ജീവശാസ്ത്രപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആർക്കുള്ളത്? മനുഷ്യരുണ്ടെന്നാണ് എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. In human beings, the needs are biological as well as psychological. അതായത് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ എന്താണ് മനസ്സിലായത്? ആവശ്യങ്ങള് മോട്ടിവേഷനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേ സെയിം പരീക്ഷണം തന്നെ മനുഷ്യരിൽ നടത്തിയപ്പോൾ എന്താണ്? മനുഷ്യന് മോട്ടിവേഷൻസ് അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്? ബയോളജിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ആർക്കുള്ളത്? മനുഷ്യരുണ്ടെന്നാണ് ആ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി ഹെൻറി മുറേ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു തിയറി, ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുത്തുകയുണ്ടായി. എന്തുമായി ബന്ധപ്പെട്ട്? മനുഷ്യൻ എന്തെല്ലാം ആവശ്യങ്ങൾ അടങ്ങുന്നു, എന്തൊക്കെ നീഡ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു തിയറി കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹം അതില് ഒരു ലോങ് ലിസ്റ്റ് ആണ് തയ്യാറാക്കിയത്. കുറച്ച് മനുഷ്യന്റെ, ഇപ്പൊ നമ്മൾ ഇതില് എത്ര ആവശ്യങ്ങൾ പഠിച്ചു? 5 എണ്ണമാണ് അല്ലെ. അദ്ദേഹം അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം മനുഷ്യരിലെ പരീക്ഷണങ്ങൾ നടത്തിയത്. ഓക്കെ, he suggested a long list which includes such needs: need of achievement, acquisition, affiliation, aggression, autonomy, construction, defense, dominance, exhibition, superiority, and sex. ഹെൻറി മുറി അദ്ദേഹത്തിന്റെ തിയറിയില് ഇത്രയും നീഡ്സുകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയത്. ഏതൊക്കെ നീഡ്സ് ആണ്? നീഡ് ഓഫ് അച്ചീവ്മെന്റ്. നീഡ് ഓഫ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ് ഓഫ് അച്ചീവ്മെന്റ് നേട്ടങ്ങളുടെ ഒരു ആവശ്യ ശ്രേണിയാണ് അദ്ദേഹം തയ്യാറാക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
അക്വിസിഷൻ, സെൽഫ് അക്വിസിഷൻ എന്നൊക്കെ പറയില്ലേ, സ്വയം ഏറ്റെടുക്കല്, അതൊരു ആവശ്യമാണ് നമ്മളുടെ, അല്ലെ? ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് സ്വന്തമായി ഏറ്റെടുക്കുക എന്നുള്ളത്, നിറവേറ്റുക എന്നുള്ളത് സെൽഫ് അക്വിസിഷൻ, അത് അദ്ദേഹം മനുഷ്യരിൽ ഒരു ആവശ്യമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തിയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അഫിലിയേഷൻ, അഫിലിയേഷൻ എന്താണ്? അംഗീകാരം, അല്ലെ? അഫിലിയേഷൻ, അഫിലിയേറ്റ് കൊടുക്കാൻ നമ്മൾ കോളേജസിൽ അഫിലിയേറ്റഡ് ചെയ്തു എന്ന് പറയില്ലേ, അംഗീകാരം ലഭിച്ചു എന്ന് പറയാറില്ലേ? അതുപോലെ മനുഷ്യരിൽ എത്രത്തോളം അംഗീകാരം ലഭിക്കുന്നു എന്നതൊരു ആവശ്യമാണ്. നമുക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളത് എന്താണ്? ഒരു ആവശ്യമാണ്, അല്ലെ? അതൊരു നീഡാണ്. അദ്ദേഹം അതിനെ ഒരു നീഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? അച്ചീവ്മെന്റ്, അക്വിസിഷൻ, നേട്ടങ്ങൾ എന്ന് അതായത് എന്ത് കാര്യം നേടാ എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കും, അത് നമ്മളുടെ ഒരു ആവശ്യമാണ്. അക്വിസിഷൻ, സെൽഫ് അക്വിസിഷൻ, എല്ലാം ഏറ്റെടുക്കുന്നത്. അഫിലിയേഷൻ, അംഗീകാരം ലഭിക്കുന്നത്. അഗ്രഷൻ, അഗ്രഷൻ എന്താണ്? അഗ്രഷൻ, അഗ്രറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമിക്കണം സർ. ആക്രമിക്കുക, ആക്രമണം. അതായത് എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഗ്രഷൻ മൂവ്മെന്റ് കാണിക്കേണ്ടി വരും, അല്ലെ? എന്തെങ്കിലും ആക്രമോത്സുകമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം, അത് നമ്മളുടെ ഒരു ആവശ്യമാണ്. ഓട്ടോണമി, എന്താണ്? സ്വയം ഭരണം. കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ എന്താണ്? കൺസ്ട്രക്ഷൻ, നിർമ്മാണം. യെസ്, നിർമ്മാണം. കൺസ്ട്രക്ട് ചെയ്യാൻ, നോളജുകൾ, നമ്മുടെ ബിഹേവിയർ ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളാണ്. ഡിഫൻസ്, പ്രതിരോധം, എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫൻസ് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. ഡോമിനൻസ്, ഡോമിനൻസ് എന്താണ്? ആധിപത്യം. ആധിപത്യം സ്ഥാപിക്കുക, അതറിയാലോ, ആധിപത്യം. എക്സിബിഷൻ, എക്സിബിഷൻ, മനുഷ്യൻ എന്ത് എക്സിബിറ്റ് ചെയ്യാനാണ് പറയുന്നത്? എന്ത് പ്രദർശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഇമോഷൻസ് ആണോ? ഇമോഷൻസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സുകൾ, അല്ലെ? പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സുകൾ പ്രകടിപ്പിക്കാന്നുള്ളത് നമ്മളുടെ ഒരു നീഡാണ് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ. അതുപോലെ തന്നെ സുപ്പിയോറിറ്റി, എന്താണ്? സുപ്പീരിയോറിറ്റി, ശ്രേഷ്ഠത, ശ്രേഷ്ഠത. അത് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രേഷ്ഠമായിട്ട് അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം എന്താണ് കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് ചെയ്യാനായിട്ട് അത് നമ്മളുടെ ഒരു ആവശ്യമാണ്. അത് സാറ്റിസ്ഫൈ ചെയ്ത് സംതൃപ്തിയോടെ ചെയ്ത് തീർക്കുക എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും നമ്മൾക്കത്. അത് നമ്മളുടെ ഒരു ആവശ്യത്തിൽ കൂട്ടാം. അതുപോലെ തന്നെ എന്താണ്? സെക്സ്, ലൈംഗികത, അത് നമ്മളുടെ ഒരു പ്രാഥമികമായ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ എന്താണ്? ഇത്തരം ആവശ്യങ്ങൾ മനുഷ്യനെ ഒഴിച്ചുകൂടാനാവാത്ത നീഡ്സുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഹെൻറി മൂരിയുടെ നീഡ് തിയറിയില്. ഈ തിയറിയിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ഈ തിയറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ലോങ് ലിസ്റ്റിലുള്ളത്? അച്ചീവ്മെന്റ്, യെസ്, ഇത് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. നമ്മൾക്ക് ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും അണ്ടർലൈൻ ചെയ്തേരെ. ഇമ്പോർട്ടന്റ് അല്ല, അതായത് നീഡ്സ് തിയറിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു തിയറി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു എന്നോളൂ കേട്ടോ. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് മുറേ, അതായത് മുറയുടെ അഭിപ്രായത്തില്, നീഡ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് that performs the duties for organizing perception, intelligence and action of the individual. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ഒരു വ്യക്തിയുടെ ധാരണയും ബുദ്ധിയും പ്രവർത്തനവും സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലകൾ നിർവഹിക്കുന്ന
ഒരു സാങ്കല്പിക ശക്തിയാണ് ആവശ്യം എന്നാണ്, അഥവാ നീഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ആവശ്യം അഥവാ നീഡ് എന്ന വാക്കിന് അർത്ഥം എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു വ്യക്തിയുടെ, നോട്ട് ചെയ്തോളൂ കേട്ടോ, ഒരു വ്യക്തിയുടെ ധാരണയും ബുദ്ധിയും, ഒരു വ്യക്തിയുടെ ധാരണയും ബുദ്ധിയും പ്രവർത്തനവും സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സാങ്കല്പിക ശക്തിയാണ് ആവശ്യം. ഒരു സാങ്കല്പിക ശക്തിയാണ് ആവശ്യം. വ്യക്തിയുടെ ധാരണയും ബുദ്ധിയും പ്രവർത്തനവും സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സാങ്കല്പിക ശക്തിയാണ് ആവശ്യം. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ടാണ് അല്ലെ, നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചാണ് നമ്മളിൽ എന്ത് രൂപപ്പെടുന്നത്, നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. നമ്മൾ ചിന്തിക്കുന്നു അല്ലെ, നമ്മളുടെ ആ ഒരു മെന്റൽ പവർ വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അവിടെയാണ് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ആവശ്യം വരുന്നത്. നമ്മൾ സ്വയം ചിന്തിക്കുന്നിടത്താണ് നമുക്ക് എന്ത് വരുന്നത്, അത് വേണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് മനസ്സിൽ വരുമ്പോഴാണ് അതൊരു ആവശ്യമായി രൂപപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആവശ്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതൊരു സാങ്കല്പികമായ ശക്തിയാണ്, നമ്മുടെ ഉള്ളിനുള്ളിൽ വരുന്ന ഒരു ശക്തിയാണ്. നമുക്ക് ഇന്ന കാര്യം വേണം, ഇന്ന കാര്യം നേടണം, ഇന്നതിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മളുടെ മാനസികമായി തോന്നുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അതൊരു സാങ്കല്പിക ശക്തി എന്ന രീതിയിൽ അവിടെ ഉദ്ദേശിക്കുന്നത്. ആവശ്യങ്ങൾ നമ്മളുടെ എല്ലാവരിലും ഓരോ ഇൻഡിവിജ്വൽസിലും രൂപപ്പെടുന്നതല്ലേ, നമ്മള് സ്വയം മേധയാ ചിന്തിക്കുന്നതാണ്, എനിക്ക് ഇന്ന കാര്യം വേണമെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ചിന്തകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ആവശ്യങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. നമുക്ക് സുരക്ഷ വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അല്ലെ. നമ്മള് ചിന്തിക്കുകയാണ് എനിക്ക് സേഫ്റ്റി വേണം, അപ്പൊ അവിടെ ചിന്തിച്ചു, അവിടെ എന്താണ് നമ്മുടെ ആവശ്യം രൂപപ്പെട്ടു. എനിക്ക് മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ എന്താണ്, ഇത് നമ്മളുടെ ആവശ്യം നമ്മളിൽ നിന്ന് പുറഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ, unsatisfied need would arouse the person to work that would be sustained until satisfaction had been gained. അൺസാറ്റിസ്ഫൈഡ് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസാറ്റിസ്ഫൈഡ് അതായത് തൃപ്തികരമല്ലാത്ത ആവശ്യങ്ങൾ അല്ലെ. അതായത് നമുക്ക് തൃപ്തിയല്ലാത്തൊരു കാര്യം, നമുക്ക് ഒരു ആവശ്യം നമുക്ക് എന്താണ്, നമുക്ക് നീഡ് ഉണ്ട്, അത് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് എന്തായിരിക്കും തോന്നുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും? ഉണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലെ. തൃപ്തികരമായിട്ട് അത് ചെയ്യാൻ ആവശ്യം ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, ഇത് വളരെയധികം അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. അദ്ദേഹം അപ്പൊ എന്താണ്, ഹെൻറി മൊറേ കുറച്ച് ലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തു അല്ലെ. ഓരോ മനുഷ്യരിലും ഇത്തരം ആവശ്യങ്ങൾ, ഡിഫൻസ്, ഡോമിനൻസ്, അഫിലിയേഷൻ അല്ലെ, എല്ലാവരും അംഗീകരിക്കപ്പെടണം, എന്താണ് സെക്സ്, അഗ്രഷൻ, ഓട്ടോണമി, കൺസ്ട്രക്ഷൻ, ഇത്തരം ആവശ്യങ്ങൾ മാത്രമാണ് മനുഷ്യരിലുള്ളതെന്നാണ്. അവർക്ക് ഇത്രയും ആവശ്യങ്ങളാണുള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ തിയറിയിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നു എന്താണ്, നീഡ് എന്നതൊരു സാങ്കല്പിക ശക്തിയാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അല്ലെ. ഓരോരുത്തരുടെ ആ ഒരു മാനസിക നിലയനുസരിച്ച് നമ്മുടെ ബുദ്ധിപരമായി നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതാണ് ഓരോ ആവശ്യങ്ങളായിട്ട് മാറുന്നത് എന്നാണ് അദ്ദേഹം തന്റെ തിയറിയിലൂടെ വ്യക്തമാക്കുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിൽ തൃപ്തി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാതിരുന്നാൽ നമുക്ക് അൺസാറ്റിസ്ഫൈഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായോ ഹെൻറി മൊറേയുടെ കോൺസെപ്റ്റ്? മനസ്സിലായി ടീച്ചറെ. ഹെൻറി മൊറേയുടെ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമോ? അതേ പഠിക്കാൻ പോകുന്നുള്ളൂ സത്യ. വേറെ ഉണ്ടോ? ഉണ്ട്, അബ്രഹാം മാസ്ലോ. ഈ തിയറി നമ്മൾ പഠിക്കണ്ടേ? ഇതിങ്ങനെ പറഞ്ഞല്ലേ പോയുള്ളൂ, പേരുകൾ മാത്രമല്ലേ പഠിച്ചുള്ളൂ, ഇതിന്റെ അകത്ത് എന്തൊക്കെയാന്ന് അറിയണ്ടേ. നെക്സ്റ്റ്, the hierarchic theory of
നീഡ്സ് തിയറിയുടെ വക്താവ് എന്ന് പറയുന്നതാണ് ആര്? അബ്രഹാം മാസ്ലോ. നീഡ്സ് തിയറിയുടെ വക്താവ്, ഫാദർ എന്നറിയപ്പെടുന്നത് അബ്രഹാം മാസ്ലോ ആണ്. ഈ ഹൈറാർക്കിക്കൽ തിയറി ഓഫ് നീഡ്സ്, അങ്ങനെ പല പേരുകളിലും ഈ നീഡ് തിയറി അല്ലെങ്കിൽ നീഡ് തിയറി എന്ന് മാത്രം കാണാറുണ്ട്, ഹൈറാർക്കിക്കൽ തിയറി ഓഫ് നീഡ്സ് എന്ന് കാണാറുണ്ട്, അല്ലെങ്കിൽ മാസ്ലോസ് തിയറി എന്ന് കാണാറുണ്ട്, മാസ്ലോ ഹൈറാർക്കി തിയറി എന്നൊക്കെ കാണാറുണ്ട് എക്സാമിന് കേട്ടോ, പല പേരിലും അറിയപ്പെടുന്നത്. അതിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? അബ്രഹാം മാസ്ലോ. Abraham Maslow arranged the needs in a hierarchy. അദ്ദേഹം മനുഷ്യന്റെ ആവശ്യങ്ങള് ഒരു ശ്രേണി രൂപത്തിലാണ് തയ്യാറാക്കിയിരുന്നത്. ഒരു ശ്രേണി രൂപത്തിൽ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു രൂപത്തിലാണ് അദ്ദേഹം മനുഷ്യന്റെ ആവശ്യങ്ങള്, ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയായിരുന്നു ആരെങ്കിലോ? നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ്, ആവശ്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു ശ്രേണി രൂപത്തിലാണ് അല്ലെ. He molded his own system of needs and classified them into, അദ്ദേഹം നമ്മളുടെ ഈ പറഞ്ഞ നീഡ്സിനെയൊക്കെ തന്നെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡെഫിസിറ്റ് നീഡ്സ് എന്നും ഗ്രോത്ത് നീഡ്സ് എന്നും രണ്ടായിട്ട് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തു. ഈ ഹൈറാർക്കി നീഡ്സിനെ ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ, നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ് ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് അതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഗ്രോത്ത് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് നീഡ് എന്തുമായി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളർച്ച ആവശ്യകതകൾ അല്ലെ, നമ്മളുടെ ഡെവലപ്മെന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ആവശ്യകതകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ രണ്ടെണ്ണമാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതെന്താ ആവശ്യമാണ്? ടെക്സ്റ്റില്ലേ കയ്യില്? ഉണ്ട്, അതന്നെ അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചത്. നീഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ ബേസിക് നീഡ്സുകൾ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ. ഇത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ മതി. The deficit needs consist of physiological requirements such as hunger and thirst. ഡെഫിസിറ്റ് നീഡ്സിലെ പ്രധാനമായി എന്താ ഉൾപ്പെടുന്നത്? ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ആണ് അല്ലെ. ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിയോളജിക്കൽ എന്താണ്? ബേസിക് നീഡ്സ്, ഭക്ഷണം, ഫുഡ്, അങ്ങനെയുള്ള ഫുഡ്, വാട്ടർ, ദാഹവും, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് അല്ലെ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ടത് എന്താണ്? വെള്ളവും ഭക്ഷണമാണ് അല്ലെ, വിശപ്പും ദാഹമാണ് അല്ലെ. അപ്പൊ അതാണ് ഡെഫിസിറ്റ് നീഡ്സിൽ ആദ്യമായിട്ട് കൺസിസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്. വൺസ് ദീസ് നീഡ്സ് ആർ ഫുൾഫിൽഡ് ദ പേഴ്സൺ ട്രൈസ് സേഫ്റ്റി നീഡ്സ്. അപ്പൊ വിശപ്പും ദാഹവും എന്നുള്ള ഒരു നീഡ് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവന്റെ ഒരു നീഡ് ഫുൾഫിൽ ആയി, ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. Okay, Kirti. Once these needs are fulfilled, ഈ നീഡ്സുകളെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? The person tries safety needs. പിന്നീട് എന്താണ്? അവൻ സുരക്ഷാ ആവശ്യങ്ങളിലേക്ക് പോകുന്നു അല്ലെ, അവന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ആവശ്യങ്ങളിലേക്ക് അവൻ കടക്കുകയാണ്. Then belongingness needs and esteem needs. Belongingness needs എന്താണ്? സ്നേഹിക്കപ്പെടാൻ, love and belongingness. Then esteem needs എന്ന് പറഞ്ഞാൽ എന്താണ്? esteem needs നമ്മള് ബഹുമാനിക്കപ്പെടുക എന്നുള്ളത് അല്ലെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്കൊരു അംഗീകാരം ലഭിക്കുക, നമ്മൾക്കൊരു റെസ്പെക്ട് ഉണ്ടാവുക, അത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ ഡെഫിസിറ്റ് ആവശ്യങ്ങളിൽ പ്രധാനമായും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റി, സേഫ്റ്റി നീഡ്സ്, പിന്നെ ബിലോങ്ങിങ്സ്, love needs and okay, പിന്നെ എസ്റ്റീം. under growth needs, ഇനി growth needsന്റെ അടിയിൽ വരുന്ന എന്തൊക്കെയാണ്?
Growth means there is only one need, such as self-acquisition. Self-acquisition. അതായത് ഈ ഡെഫിസിറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ആവശ്യങ്ങൾ എന്താണ്? വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് അല്ലെ? ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളാണ് പിന്നീട് അവൻ അന്വേഷിക്കേണ്ടത്. There is only one need, such as self-acquisition. അതായത് ഒരു മനുഷ്യന്റെ ഒരു ഇൻഡിവിജ്വല് ആവശ്യങ്ങൾ അതിന് മുമ്പുള്ള ഡെഫിസിറ്റ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് വ്യക്തി എന്താണ് പിന്നെ അന്വേഷിക്കുന്നത്? എന്താണ്? ഒരാവശ്യം മാത്രമേ പിന്നെ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. എന്താണ്? സെൽഫ് അക്വിസിഷൻ. സെൽഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക അല്ലെ? സെൽഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ഏറ്റെടുക്കുക എന്നാണ് പറയുന്നത്? സെൽഫ് അക്വിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഏറ്റെടുക്കല. സ്വയം ഏറ്റെടുക്കൽ. അതായത് അവന്റെ ആവശ്യങ്ങൾ അറിയുകയാണ് അല്ലെ? സ്വന്തം എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് അവൻ സ്വന്തം അറിഞ്ഞ് എന്താണ് അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, കീർത്തി എന്താണ് സെൽഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്? കീർത്തി കീർത്തി പറയുന്നുണ്ടോ? കീർത്തി സ്വയം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ഏറ്റെടുക്കുക എന്നാണ്? എന്ത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. കീർത്തി കേട്ടില്ലേ? കിരൺ MP എന്ന് പറയുന്നത് കീർത്തിയുടെ നമ്പർ അല്ലേ? അതെ. സഫിയ പറഞ്ഞേ. സഫിയ സ്വയം ഏറ്റെടുക്കാൻ നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ സെർച്ച് ചെയ്യലാണോ മിസ്സേ? എന്താണ് അമ്നിരാജ്? നമുക്ക് ആവശ്യമായ സാധനങ്ങളാണോ? മിസ്സേ മാനസികപരമായ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങള് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നു. സ്വയം ഏറ്റെടുക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ എന്താണ് അവന്റെ ആവശ്യങ്ങൾ അവന് മാത്രം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ സ്വയം അത് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുക്കണം. അവന്റെ ആവശ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അവൻ സ്വയം എന്താണ് അത് സ്വീകരിക്കുന്നത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ സെൽഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയല്ലേ ടീച്ചർ? സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയാം. വെരി ഗുഡ്. ഫുൾ പൊട്ടൻഷ്യൽ ഇൻക്ലൂഡിങ് അച്ചീവിംഗ് വൺസ് അല്ലേ? യെസ് യെസ്, വെരി ഗുഡ്. ഓക്കെ, അതായത് നമ്മൾ ഏറ്റവും എന്താണ് കംപ്ലീറ്റഡ് ആയി എല്ലാ ഫീൽഡിലും നമ്മൾക്ക് എന്ത് കിട്ടി? പൂർണ്ണത ലഭിച്ചു എന്ന് പറയും അല്ലെ? അക്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായി നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മളുടെ ആവശ്യങ്ങൾ ഏകദേശം എല്ലാനും നിറവേറ്റി കഴിഞ്ഞ ഒരു അവസ്ഥ. ഓക്കെ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോയിന്റ് തന്നെയല്ലേ മിസ്സേ? ആത്മസാക്ഷാത്കാരം. അതെ, ആ പോയിന്റിലോട്ട് തന്നെയാണ് വരുന്നത്. നോക്കിയേ, ഡെഫിസിറ്റ് നീഡ്സിൽ ആകെ വരുന്നത് എന്തൊക്കെയാണ്? ഡെഫിസിറ്റ് നീഡ്സിന് ശേഷം വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്, ബിലോങ്നെസ് ആൻഡ് എസ്റ്റീം നീഡ്സ്. ഗ്രോത്ത് നീഡ്സിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? സെൽഫ് അക്വിസിഷൻ. കേട്ടോ, ഗ്രോത്ത് നീഡ്സിൽ അതായത് ഗ്രോത്ത് വളർച്ച പൂർണ്ണമായി അംഗീകരിച്ചു കഴിയുന്ന സമയത്ത് ഒരു മനുഷ്യൻ പൂർണ്ണതയിൽ എത്തിച്ചേരുകയാണ് അല്ലെ? ഓക്കെ, അപ്പോ ഗ്രോത്ത് നീഡ്സിന് അണ്ടറിൽ വരുന്നതാണ് സെൽഫ് അക്വിസിഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഫുൾഫിൽമെന്റ് നീഡ്സ് എന്ന് പറയാം. സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ് എന്ന് പറയാം. ഇനി മാസ്ലോ ആസ് എ ഹ്യൂമണിസ്റ്റ്, അദ്ദേഹം എന്താണ്? മാസ്ലോ ഒരു മാനവികവാദിയും കൂടിയാണ് കേട്ടോ. സൈക്കോളജിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ഹ്യൂമണിസ്റ്റ് കൂടിയാണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. മാസ്ലോ ആസ് എ ഹ്യൂമണിസ്റ്റ് believed in individual difference and in degrees of
human needs. അതായത് അദ്ദേഹം ഒരു മാനവികവാദി എന്ന നിലയിൽ അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? വ്യക്തിഗത വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അതുപോലെ തന്നെ മനുഷ്യന്റെ അളവിൽ അവന്റെ അളവിൽ എന്താണ് മനുഷ്യത്വത്തിന്റെ അളവിലും വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു മാനവികവാദി എന്ന നിലയിൽ ഒരു ഹ്യൂമനിസ്റ്റ് എന്ന നിലയിൽ എന്താണ് അദ്ദേഹം വിശ്വസിക്കുന്നത് മനുഷ്യരിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ടെന്നും എന്താണ് മനുഷ്യരിലെ വ്യക്തിഗത വ്യത്യാസങ്ങൾ ഉണ്ടെന്നും മനുഷ്യത്തിന്റെ അളവിൽ എന്തുണ്ട് ഡിഫറൻസസുകൾ ഉണ്ടെന്നുമാണ് അല്ലെ. ഡിഗ്രീസ് ഓഫ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യത്വത്തിന്റെ അളവിലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. The order of needs begin from basic survival to higher order needs. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെ തിയറിയില് ഈ ആവശ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ബേസിക് സർവൈവൽ ടു ഹയർ ഓർഡർ നീഡ്സ് വരെയാണ്. അതായത് നമ്മളുടെ ബേസിക് ഭൗതികപരമായ ആവശ്യങ്ങൾ തുടങ്ങി എന്താണ് ഒരു ഹയർ പൊസിഷനുള്ള ആവശ്യങ്ങളിലേക്ക് വരെയാണ് അതിന്റെ ഒരു ശ്രേണി പോകുന്നത്. പറയില്ല ഹൈറാർക്കി എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്സ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് അക്വിസിഷൻ നീഡ്സ്. ഓക്കെ കണ്ടോ? അപ്പൊ അതൊരു സർവൈവലിന്റെ ഒരു സ്റ്റേജ് ആണ്. താഴെ മുതൽ മുകളിലേക്ക് ഹയർ പൊസിഷൻസിലേക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഓക്കെ, അതാണ് ആവശ്യങ്ങളുടെ അദ്ദേഹത്തിന്റെ ശ്രേണിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ക്രമം. ഏതാണ്? ബേസിക് സർവൈവൽ ടു ഹയർ ഓർഡർ നീഡ്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ? എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്സ് നീഡ്സ്, and esteem needs and self-actualization needs. Underline ചെയ്യാട്ടോ. ഈ ഓർഡർ മാറിപ്പോകരുത്. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്. ആദ്യം സേഫ്റ്റി നീഡ്സോ ലവ് നീഡ്സോ കൊണ്ടൊന്നും എഴുതരുത്. ഈ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. ഓർഡർ തെറ്റിച്ചായിരിക്കും എക്സാമിന് തരുന്നത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ. അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സിന് മുകളിൽ തൊട്ട് മുകളിലായിട്ട് ഏത് നീഡാണ് വരുന്നത്? അതിൽ ഏറ്റവും ഹയർ പൊസിഷനിലുള്ള നീഡ് ഏതാണെന്ന് ചോദിക്കും. ഹയർ പൊസിഷനിലുള്ള നീഡ് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ മീൻസ് ആത്മസാക്ഷാത്കാരം ഒരു ആവശ്യം. ഓക്കെ, അപ്പൊ 5 നീഡ്സുകൾ പേരുകൾ അത് കറക്റ്റ് ആണോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 5 നീഡ്സും മാറിപ്പോകരുത്. ഈ ഓർഡറിൽ തന്നെ പഠിക്കണത്. ഇനി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഇനി നമ്മൾ ഓരോ നീഡ്സുമായി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് നോക്കാം. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ്സ് ഈസ് ഇൻവെറ്റബിൾ ഫോർ സർവൈവൽ. When these needs are not fulfilled for a long time, other needs will retreat to the background. The satisfaction of physiological needs എന്താണ്? അതായത് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ആവശ്യങ്ങൾ, ആ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് എന്താണ് ആദ്യം തന്നെ അത് കഴിയേണ്ടതാണ് അല്ലെ. അതില്ലാതെ നമ്മൾക്ക് മുന്നോട്ട് അടുത്ത ആവശ്യത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഫുഡ്, വാട്ടർ, പിന്നെന്തൊക്കെയാണ്? റെസ്റ്റ് ആൻഡ് സെക്സ്. ഫുഡ്, വാട്ടർ, റെസ്റ്റ് ആൻഡ് സെക്സ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പൊ അതെടുക്കാൻ, ആ ആവശ്യം നിറവേറ്റാനായിട്ട് എന്താണ് ലോങ് ടൈം, അതായത് ദീർഘകാലം സമയം എടുത്താല് എന്താണ് മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് പിന്നെന്താണ് നമ്മളത് പിന്തള്ളപ്പെടുന്നതാണ് പറയുന്നത്. ഓക്കെ, ആ ബാക്കിയുള്ള ആവശ്യങ്ങൾ എന്താണ് അതിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ആ ആവശ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് എന്താണ് ആ ആവശ്യങ്ങളൊക്കെ നമ്മള് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കാന്ന് വെച്ചാൽ എന്താണ് പുറകോട്ട് തള്ളിവിടാന്നുള്ള ഒരു രീതി കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ആവശ്യങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, Maslow make a difference between need deprivation and need gratification. Maslow makes a difference between need deprivation and deprivation എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡീപ്രൈവേഷൻ എന്ന് വെച്ചാൽ ഇല്ലായ്മകൾ അല്ലെ. ഡീപ്രൈവേഷൻ ആൻഡ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ, ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? അറിയത്തില്ല. ഗ്രാറ്റിഫിക്കേഷൻ മറ്റെന്തായിരുന്നു? ഡീപ്രൈവേഷൻ എന്താണ്? ഡീപ്രൈവേഷൻ എന്ന് വെച്ചാൽ ഇല്ലായ്മകൾ. ഗ്രാറ്റിഫിക്കേഷൻ അതായത് ആവശ്യമില്ലായ്മയും ആവശ്യ സംതൃപ്തിയും. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ സംതൃപ്തി കേട്ടോ. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ സംതൃപ്തി എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ആവശ്യമില്ലായ്മയും. മിസ്സേ ആ പോയിന്റ് ഒന്ന് പറയോ, നോട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. പറയുവാണ് ഞാൻ, നോട്ട് ചെയ്തോളൂ. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളുടെ ഈ ആവശ്യങ്ങൾ ആദ്യം തന്നെ നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ, നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് നമുക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എന്താണ്, ബാക്കിയുള്ള ആവശ്യങ്ങൾ അത് പിന്നിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത് അല്ലെ. പിന്നീട് അത് ഒരുപാട് സമയം എടുക്കും അല്ലെ. ഫിസിയോളജിക്കൽ നീഡ്സ് തന്നെ ആവശ്യങ്ങൾ തീരുമ്പോൾ തന്നെ എന്താണ്, അതിന് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ, ദീർഘകാലം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മളത് പിന്നിലേക്ക് ആക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ലേറ്റ് ആകുമെന്നല്ലേ? ഇനി മാസ്ലോ മേക്ക് എ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ് ഡീപ്രൈവേഷൻ ആൻഡ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ. അദ്ദേഹം എന്താണ് പറയുന്നത്? ആവശ്യമില്ലായ്മയും ആവശ്യ സംതൃപ്തിയും തമ്മില് വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആവശ്യമില്ലായ്മയും, അതായത് ഞങ്ങൾക്ക് നീഡ്സുകളൊന്നും ഇല്ല, ആവശ്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഒരു ആവശ്യം നിറവേറ്റിയാൽ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി, ഗ്രാറ്റിഫിക്കേഷൻ. ഓക്കെ, അത് തമ്മിൽ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. നമ്മളുടെ ഒരു ആവശ്യം, പ്രത്യേക ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മളുടെ ഗ്രാറ്റിഫിക്കേഷൻ, ഒരു ആവശ്യം നമ്മൾ വളരെ സംതൃപ്തിയായിട്ടാണ് ചെയ്തു തീർക്കുന്നെങ്കിലോ അത് നമ്മൾക്ക് വളരെ എന്തായിരിക്കും നമുക്ക് ഒരാവശ്യം നല്ല രീതിയിൽ ചെയ്തു തീർത്താൽ എന്തായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ? ഒരു തൃപ്തി ഉണ്ടാവത്തില്ല, സംതൃപ്തി. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്നത്, സംതൃപ്തി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ആവശ്യമില്ലായ്മയും ആവശ്യ സംതൃപ്തിയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ തമ്മിലെ ഡിഫറൻസസുകൾ എന്തെന്നാണ് മാസ്ലോ പറയുന്നത്. ഇനി when a boy or girl is devoid of food, he or she will be motivated to do something to become dominant. എന്താണ് അതൊന്ന് വായിച്ചു നോക്കിയേ. when a boy or girl എന്നുള്ള ആ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് പറയാൻ പറ്റോ? അതായത് പറയാം, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമുക്ക് എന്തില്ലാത്ത സമയത്താണ്, എന്തില്ലെന്നാണ് അവിടെ പറയുന്നത്? ഫുഡ് ഇല്ലാതെ അല്ലെ. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്താണ് ഭക്ഷണമില്ലാതെ വളരുന്ന സമയത്ത് അവരെന്താണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർ പ്രേരിതരാകണം അല്ലെ. ഒരു ഫുഡ് കിട്ടുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്യാനായിട്ട്, സംതിങ് ടു ബിക്കം ഡോമിനന്റ്, എന്തെങ്കിലും ചെയ്യാൻ അവര് ആഗ്രഹിക്കുകയാണ് അല്ലെ. അപ്പൊ അതൊരു ആവശ്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഫുഡില്ല എന്നുള്ളൊരു, ഫുഡില്ല അവർക്ക്, അപ്പൊ ഭക്ഷണം ലഭിക്കാതെ വരുന്ന എന്താണ്, അവർ അതിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നു. അവിടെ അത് അവരുടെ ആവശ്യം ഉണ്ടെന്നുള്ളത് അല്ലെ, ഒരു നീഡ് ഉണ്ടെന്നുള്ളൊരു പോയിന്റ് ആണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം അത് കിട്ടാനുള്ളൊരു സിറ്റുവേഷൻ എന്താണ് നോക്കും അല്ലെ. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പല രീതിയിൽ നമ്മൾ അന്വേഷിക്കും അല്ലെ. ഇപ്പൊ ഫുഡിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ നമുക്ക് പോകാനൊരു ഡ്രസ്സില്ല, പുറത്ത് പോകാനൊരു ഫംഗ്ഷന് പോകാൻ ഡ്രസ്സില്ല, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മാക്സിമം നോക്കും. ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പൈസ അറേഞ്ച് ചെയ്യാൻ നോക്കും അല്ലെ. പൈസ അല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിക്കും. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക്, അത് ഡ്രസ്സ് എങ്ങനെയെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തും. നമ്മുടെ ആവശ്യമാണ് അല്ലെ, നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏത് രീതിയിലും എന്താണ് ആവശ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ?
ഡൊമിനന്റ് മീനിങ് എന്താണ്? നമ്മള് എന്തോ ഡൊമിനന്റ് മീനിങ് എന്താണ്? ഡോമിനന്റ് എന്ന് വെച്ചാൽ ആധിപത്യം എന്നുള്ള രീതിയിൽ കേട്ടോ. മിസ്സേ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് പറയോ? മിസ്സേ അടിസ്ഥാന ആവശ്യങ്ങളില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന അതല്ല അതിന്റെ മീൻ ചെയ്യണേ. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾക്ക് ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മള് ഇപ്പൊ കുട്ടി എന്താണ് പിള്ളേര് ഭക്ഷണം ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ ആ ഭക്ഷണം കിട്ടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അവിടെ ഒരു മോട്ടിവേഷൻ കിട്ടണം. കുട്ടി ഇല്ല എന്നുള്ളത് അവർക്ക് ഒരു മോട്ടിവേഷൻ ആണ്. ഇല്ല, അപ്പൊ അതെങ്ങനെയെങ്കിലും അതിലേക്ക് എത്തിച്ചേരണം അല്ലെ. കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? എന്തോ ഫുഡ് ഇല്ലാത്ത ടൈമിൽ ഉണ്ടാക്കി കഴിക്കാനുള്ള മോട്ടിവേഷൻ ആണോ? അതെ, ഇത് ഉണ്ടാക്കി കഴിക്കാനല്ല, കുട്ടി കിട്ടാനുള്ള ഇല്ലായ്മയിൽ നിന്ന് മറികടന്നിട്ട് അവരുടെ ഒരു മോട്ടിവേഷൻ. മനസ്സിലായോ? ഇല്ലായ്മയാണ് അവരുടെ മോട്ടിവേഷൻ. അപ്പൊ ഇല്ലായ്മയിലൂടെയാണ് അവർക്ക് എന്തുണ്ടായത്? ഒരു ആവശ്യം ഉണ്ടായി, ഫുഡ് കഴിക്കണം, എങ്ങനെയെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ഒരു ആവശ്യത്തിലേക്ക് കുട്ടികൾ എത്തിച്ചേരാണ്. അത് അവരുടെ നീഡാണെന്നുള്ളൊരു ഉദാഹരണം കാണിക്കാണ് കേട്ടോ. As a children do not know the method how to protect themselves, they must be properly protected. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കണമെന്ന് ആദ്യം അറിയാൻ സാധിക്കില്ല അല്ലെ. കുട്ടികൾക്ക് എങ്ങനെയാണ് സ്വയം സംരക്ഷിക്കേണ്ട മെത്തേഡ്, ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽഫ് എന്നുള്ളത് ആദ്യം അറിയാൻ പറ്റില്ല. പിന്നീട് എന്താണ് കുട്ടികൾ അറിയാതെ തന്നെ അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്തു വരെയാണ്. അവര് അതെങ്ങനെയാണ്? ഇപ്പൊ അവർക്ക് ഫുഡ് ഇല്ലാന്ന് അവർ കണ്ടെത്തി അല്ലെ, അവർക്ക് ഭക്ഷണം കഴിക്കാനൊരു അവസ്ഥ ഇല്ല. അപ്പൊ കുട്ടികൾ എന്താ ചെയ്തത്? ആ സിറ്റുവേഷൻ മനസ്സിലാക്കി, പക്ഷെ അവർക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ. അപ്പൊ അവരവിടെ പ്രൊട്ടക്ട് ചെയ്യണം. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മറ്റു മാർഗങ്ങൾ കുട്ടികൾ അന്വേഷിച്ചതിന് ശേഷം എന്താണ്, എങ്ങനെയെങ്കിലും ഒക്കെ ചിലപ്പോ ഭക്ഷണം കിട്ടി. അവരെന്ത് ചെയ്തു? അവര് സെൽഫ് പ്രൊട്ടക്ട് ചെയ്തു. അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് എന്ത് ചെയ്തു? അവരങ്ങനെ സ്വയം സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ നിന്ന് കുട്ടികൾ സ്വമേധയാ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രോപ്പർലി എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പതിയെ കുട്ടികൾ എങ്ങനെയാണ് സ്വയം സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് ഓരോ ഇൻഡിവിജ്വൽസ് അങ്ങനെ മാറി വരുന്നു. ഓക്കെ, സ്വയം എങ്ങനെ സംരക്ഷിക്കണം എന്നതാണ്. ഫുഡ് എന്ന ആവശ്യത്തിലേക്ക് അവൻ എത്തിച്ചേർന്ന് എങ്ങനെയാണ്? അവന് കഴിക്കാൻ വേറെ നിവർത്തിയില്ല, പക്ഷെ അവൻ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചു. നമ്മൾ ആദ്യം ആ തിയറിയിൽ എന്താ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, നമ്മളുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് നമ്മളുടെ ആവശ്യം. ഫുഡില്ല എന്നുള്ളത് കുട്ടി മനസ്സിലാക്കി. ഓക്കെ, ഫുഡ് കിട്ടാനുള്ള എല്ലാ പരിപാടിയും കുട്ടി നോക്കി. അതിലേക്ക് ഇല്ല എന്നുള്ളതാണ് അവന്റെ മോട്ടിവേഷൻ. ഇല്ല എന്നുള്ളതാണ് അവന്റെ മോട്ടിവേഷൻ. അവന്റെ ആവശ്യത്തിലേക്ക് എത്താനുള്ള ഒരു മോട്ടിവേഷൻ ആണ് എന്ത്? ഇപ്പൊ റസീനക്ക് നല്ലൊരു ചുരിദാറില്ല, റസീന ചുരിദാർ കിട്ടാൻ എന്തൊക്കെ ചെയ്യും? ചെയ്യില്ല. ചുരിദാർ കിട്ടാൻ വേണ്ടി ആദ്യമേ പൈസ ഉണ്ടാക്കും. പൈസ എന്താന്ന് നോക്കും. പൈസ ഇല്ലാതെ തനിക്ക് എന്തായാലും ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. കാരണം കിട്ടി എന്ത് ചെയ്യും? ആരോട് ചോദിച്ചു? പക്ഷെ കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നീട് ആരെങ്കിലും ചോദിക്കും. അങ്ങനെ പല വഴി ഞാൻ അന്വേഷിക്കില്ലേ, ലാസ്റ്റ് ആവശ്യത്തിലേക്ക് എത്തിച്ചേരും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഇല്ലെങ്കിൽ പറയണോട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ടീച്ചർ, നമ്മള് ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടില്ലേ, ആവശ്യകതയാണ് വിജയത്തിന്റെ മാതാവെന്ന്, അങ്ങനെ എങ്ങാണ്ട് എന്തോ ഒന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ആവശ്യകതകളാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് അല്ലേ? ഇങ്ങനെ ബുക്സ് വായിക്കാറുണ്ടോ? ഞാൻ ബുക്സ് വായിക്കാറുണ്ട്. ഞാൻ മലയാളം എഴുതുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു പുസ്തകം റീസെന്റ് ആയിട്ട് ഇറങ്ങാൻ പോവാണ്, ഒരു 2 മാസം കഴിഞ്ഞ്. രജിഷയുടെയാണോ? അതെ, എന്റെ. ആണോ? ഏതാണ്? പേരെന്താണ്? കവിതാ സമാഹാരം. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, പ്രിന്റിംഗ് പ്രോസസ്സിലാണ്. ഈ പുസ്തകങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഫസ്റ്റ് ബുക്കാണോ? ആദ്യത്തെയാണോ? അതെ, ആദ്യത്തെ ബുക്കാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കേട്ടോ. എല്ലാവരും നമ്മളുടെ കുട്ടികൾ എല്ലാവരും അത് വായിക്കണം. തീർച്ചയായും. താങ്ക് യു ടീച്ചർ. നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ടീച്ചർ, താങ്ക് യു. ഒരുപാട് സന്തോഷം. Love and belongingness need is based
on social development of the individual. Love and belongingness need is a base social development of the individual എന്ന് പറഞ്ഞാൽ എന്താണ്? ലവും ബിലോങ്നെസ്സും കുട്ടികൾക്ക് ആവശ്യമായ ഒരു കാര്യമാണ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന് ഓരോ ഇൻഡിവിജ്വൽസിനും. അതെ അതെ, ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ അല്ലെ, ഒരു വ്യക്തിയുടെ സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹവും അതുപോലെ തന്നെ എന്താണ്? സ്വതന്ത്രമാണ്. ബിലോങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി അല്ലേ? ഒരു ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പൊ ബിലോങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ റിലേഷൻഷിപ്സ് അല്ലെ, നല്ല ബന്ധങ്ങള്, സ്നേഹബന്ധങ്ങള്. ഓക്കെ, അപ്പൊ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരു സാമൂഹ്യമായ വികസനത്തിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സ്നേഹബന്ധങ്ങളും എന്താണ്? അതൊരു നീഡാണ്, അത് പ്രധാനപ്പെട്ട നീഡാണെന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് സ്നേഹമില്ലായ്മയിലൂടെ, സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം എന്താണ് കുട്ടികൾക്ക് എന്തുണ്ടാവുകയുള്ളൂ? കുട്ടികളിൽ തന്നെ എന്താണ്? സ്നേഹിക്കപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കപ്പെടുന്ന എന്താണ്? സ്നേഹം ഉണ്ടായിരിക്കണം, നല്ല ബന്ധം, നല്ല റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കുള്ളൂ? ഒരു സമൂഹത്തിൽ തന്നെ എന്താണ്? നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുള്ളൂ. മറ്റുള്ളവരാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഒരാളായിട്ട് മാത്രം ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല, ആരെങ്കിലും ഒക്കെ വേണം. നമ്മൾക്ക് ഇമോഷൻസ് ഷെയർ ചെയ്യേണ്ടതും ഒരുമിച്ച് ജീവിക്കുന്നതിലൊക്കെ എന്താണ്? നമുക്ക് കൂടെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരെങ്കിലൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അത് ഓരോ വ്യക്തിയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അല്ലെ, നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരാളെ ജീവിച്ചു പോകാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. കൂടെ ആരെങ്കിലും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഉണ്ടായിരിക്കണം. Okay. Children who have been devoid of love frequently develop symptoms of maladjustment. നമ്മൾ പറഞ്ഞിരുന്നാണ് സ്നേഹമുള്ള സിറ്റുവേഷൻ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം, ലവ് കിട്ടണമെന്ന് അല്ലെ, ലവ് ആൻഡ് കെയർ കിട്ടിയിരിക്കണം. പക്ഷെ അതൊന്നും ഇല്ലാത്ത കുട്ടികള് എങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്? മാലഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും കാണിക്കുന്നത്. മാലഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്നേഹമില്ലാത്ത കുട്ടികൾ, സ്നേഹമില്ലായ്മയിലൂടെ വളർന്ന കുട്ടികൾ എന്തെങ്കിലും സമൂഹത്തിൽ ക്രമക്കേടുകൾ കാണിക്കും അല്ലെ. ഒരു അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഒരു പേഴ്സണാലിറ്റി കുട്ടികളിൽ നിന്നുണ്ടാകും. കാരണം എന്താണ്? അവനെ സ്നേഹം കിട്ടിയിട്ടില്ല, അവൻ എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് അറിയില്ല, സോഷ്യൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല, മറ്റുള്ളവരോട് ഉള്ള ഫീലിംഗ് അറിയില്ല, എങ്ങനെ ആൾക്കാരെ ഏത് രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? അവര് മാലഡ്ജസ്റ്റഡ് ആയിരിക്കും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ സ്നേഹം ഒന്നും കിട്ടാതെ വളരുന്ന കുട്ടികൾ. ഓക്കെ, അത് മനസ്സിലായോ? The need for love and affection emerges during infancy. അപ്പൊ കുട്ടികളിലെ അതായത് സ്നേഹം എന്നാണ്, സ്നേഹം അഥവാ വാത്സല്യം, അഫെക്ഷൻ എന്നാണ് വാത്സല്യം അല്ലെ. ഈ രണ്ട് സിറ്റുവേഷൻസുകൾ, ഈ രണ്ട് ഫീലിങ്സുകള് അവർക്ക് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്? എമർജ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഡ്യൂറിംഗ് ഇൻഫാൻസി പീരീഡ് അല്ലെ. ഇൻഫാൻസി എന്താണ്? ശൈശവകാലം അല്ലെ. ഓക്കെ, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികള് ലവ് ആൻഡ് അഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. When affectionate relations are established, they become powerful forces of motivation. എന്താണ് അഫെക്ഷനേറ്റ്? അതായത് നമ്മൾക്ക് എന്താണ് അഫെക്ഷനേറ്റ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല സ്നേഹവും വാത്സല്യമുള്ള റിലേഷൻസ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് തരുന്നത്? ഒരു മോട്ടിവേഷൻ ഫോഴ്സസ് ആണ് അല്ലെ. നമുക്ക് കൂടുതൽ പ്രചോദനം തരും. ഒരു സ്നേഹമുള്ള സൊസൈറ്റി, അല്ലെങ്കിൽ സ്നേഹമുള്ള പാരന്റ്സ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്, കെയർ നൽകുന്ന പാരന്റ്സ് ആണ് നമുക്ക് ഉണ്ടെങ്കിൽ എന്താണ്? ഒരു സൊസൈറ്റി തന്നെ നമുക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? വളരെയധികം മോട്ടിവേറ്റഡ് ആണ് അല്ലെ, പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? ടീച്ചർ who is warm-hearted is always liked by the students. ടീച്ചർ എങ്ങനെയുള്ളതായിരിക്കണം? warm-hearted എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയസ്പർശിയായിട്ടായിരിക്കണം എന്നായിരിക്കും എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. warm-hearted എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപിക എങ്ങനെയുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കണം അധ്യാപിക പെരുമാറേണ്ടതെന്നായിരിക്കും എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്.
ഓക്കെ, നമ്മളിതിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്? ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എല്ലാ കുട്ടികളും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് സമൂഹത്തിലും അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫാമിലിയിൽ നിന്ന് എന്താണ് ആ ഒരു ഫീലിംഗ്, ലവ് ആൻഡ് അഫെക്ഷൻ കൃത്യമായി കിട്ടിയിരിക്കണം. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു ഇൻഫാൻസി പീരീഡിലായിരിക്കും കുട്ടികളില് ലവ് ആൻഡ് ബിലോങ്നെസ് എന്ന ഒരു നീഡ് അല്ലെ. കുഞ്ഞു കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹമല്ല, അമ്മയുടെ അച്ഛന്റെ സ്നേഹമാണ് കുട്ടികള് ഏർലി സ്റ്റെപ്സിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും നല്ല കെയർ കൊടുക്കുക അല്ലെങ്കിൽ സ്നേഹം കൊടുക്കുക എന്നുള്ള ഒരു മോട്ടിവേഷൻ ആണ് എന്താ നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്സ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? വാം ഹേർട്ടഡ് ആയിരിക്കണം, അതായത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പെരുമാറ്റം. അങ്ങനെയായിരിക്കും കുട്ടികളെ അധ്യാപിക കെയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അടുത്ത സെന്റൻസ് വേണ്ട കേട്ടോ, ആ സെന്റൻസ് വിട്ടേക്കും. ആ സെന്റൻസ് വേണ്ട. Does need emphasize on her need for identification with the group lies എന്നല്ലേ, ആ സെന്റൻസ് വേണ്ട. Okay. The formation of society is based on belongingness and ground needs. ഒരു സൊസൈറ്റിയുടെ ഫോർമേഷനെ സഹായിക്കുന്ന രണ്ട് നീഡ്സുകൾ എന്ന് പറയുന്നത് ഏതാണെന്നാണ് പറയുന്നത്? സൊസൈറ്റിയുടെ രൂപീകരണത്തിന് സഹായിക്കുന്നത്, നല്ലൊരു സൊസൈറ്റിയുടെ രൂപീകരണത്തിന് സഹായിക്കുന്നത് ഏത് നീഡാണെന്നാണ് പറയുന്നത്? ബിലോങ്നെസ് ആൻഡ് ലവ്. ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്സ് അല്ലെ. നമ്മൾക്ക് സൊസൈറ്റിയിലായാൽ കൂടി എന്താണ് ആ ഒരു സ്നേഹമുള്ള നല്ല സ്നേഹം കൊടുത്താൽ മാത്രമേ നല്ല ഒരു എന്താണ് ഓരോ പേഴ്സൺസ് ഉണ്ടായിരിക്കുള്ളൂ, ഓരോ ഇൻഡിവിജ്വൽസും ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ വളരെയധികം എന്താണ് മോശമായ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ സ്നേഹം കൊടുക്കാതെ വളരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് സൊസൈറ്റി എങ്ങനെയായിരിക്കും? വയലൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. പരസ്പരം ആരോട് സ്നേഹമില്ലാത്തൊരവസ്ഥ, എന്നും അക്രമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. അപ്പോ നല്ലൊരു സൊസൈറ്റി ഫോർമേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ എന്തുണ്ടായിരിക്കണം? സ്നേഹം എന്നുള്ളൊരു ആവശ്യം, അല്ലെ? സ്നേഹം എന്നൊരു ആവശ്യം അവിടെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നല്ല സൊസൈറ്റിയെ നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം തന്നെ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. ഓക്കെ, അടുത്തത് സെൽഫ് എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും ആണ് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. അതൊന്ന് വായിച്ചിട്ട് വരാമോ നിങ്ങള്? ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ഈ ചാപ്റ്ററോടുകൂടി നമ്മുടെ ഏകദേശം സൈക്കോളജി തീർന്നു കേട്ടോ. ഇനി പാർട്ട് 4ലേക്ക് പോവാം. ഇത് സൈക്കോളജിയുടെ ഒരു ഭാഗം എടുത്തിട്ടില്ലല്ലോ. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തിട്ടില്ലല്ലോ. ഷംസ് എടുത്തില്ലേ? എടുത്തിട്ടില്ല. അയ്യോ, മിസ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. പറഞ്ഞത് നന്നായി, ചോദിച്ചത് നന്നായി. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ ലാംഗ്വേജ് എടുക്കാം. അതിനുശേഷം സൈക്കോളജി ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്, അതൊന്ന് പറഞ്ഞു പോകാന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പാർട്ട് 4 തുടങ്ങണം കേട്ടോ. സിലബസ് കയ്യിലുണ്ടോ നിങ്ങളുടെ? സിലബസ് പാർട്ട് 4 എടുത്തിരുന്നോ? ഇല്ല, എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് നേരെ സൈക്കോളജി ചാപ്റ്റേഴ്സ് ഒക്കെ തീരും ഇതോടുകൂടി, ലാംഗ്വേജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമ്മൾ എന്താണ് പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഭാഗം. പാർട്ട് 4 കുറച്ച് കുഴപ്പമില്ല. ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ചെറുതാണ്, 1-2 പേജസ് ഒക്കെ ഉള്ളൂ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട് ടീച്ചർ, ഞാനാണ്. പറഞ്ഞോളൂ. Today we had enjoyed the class. Teacher explained the subject, the need concept. I understood the topic taught by the teacher today very much. I thank the teacher for spending her valuable time for us. Special thanks to Surabi, who sung by prayer today, Sajida Shaji, who said thought, and Chilu, who signed in. And I thank our leader for very well coordination. Thank you once again to all the friends who sat disciplined and listened to the class and commented. It's me, Jisha, signing off. Thank you, everyone. Bye until we meet again tomorrow. Goodbye. Bye. Very good, Jisha. നന്നായിട്ട് അവതരിപ്പിച്ചിട്ടോ. Thank you, teacher. Thank you. Okay, bye.